നാളെ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിലപാട് തള്ളി സംസ്ഥാന സർക്കാർ. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. കോളേജുകൾക്ക് ഈ നിർദ്ദേശം നൽകും. ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾക്ക് സാധിക്കില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും എല്ലാം തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളാണ്. അവിടെ മതനിരപേക്ഷതയുടെയും മതേതര സൗഹാർദ്ദത്തിൻ്റെയും ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ തുടരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിൻ്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. സർവകലാശാലകൾക്ക് എത്തരം പരിപാടികൾ നടത്തണം ക്യാമ്പസിൽ എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഇനി സർവകലാശാലകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും തങ്ങളുടെ സാംസ്കാരിക മണ്ഡലം, അതായത് അവിടുത്തെ സാമൂഹ്യ അവസ്ഥ മതനിരപേക്ഷ സ്വഭാവത്തിലുള്ളതാണ് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ്.